കാസർഗോഡ് CPI ജില്ലാ സമ്മേളനത്തിൽ CPI മന്ത്രിമാർക്ക് വിമർശനം. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ മന്ത്രിമാർക്കാകുന്നില്ലെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് സമ്പൂർണ്ണ പരാജയമെന്നുമാണ് വിമർശനം. ജനങ്ങളോട് അടുത്ത് നിൽക്കേണ്ട വകുപ്പ് ജനങ്ങളിൽ നിന്നകന്നു. മന്ത്രി വേദിയിലിരിക്കെയാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, എന്തായാലും വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഒരു പ്രതികരണമൊക്കെ ഏത് രീതിയിലായിരുന്നു? കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിലും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതുതന്നെയാണ് കാസർഗോഡും ആവർത്തിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാരുടെ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്കും മന്ത്രിമാർക്കും എതിരെയായിരുന്നു വിമർശനം. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കാര്യക്ഷമമായി മന്ത്രിമാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞതും ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വന്നതും സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ്. ഏതൊരാൾക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വകുപ്പാണ് സിവിൽ സപ്ലൈസ് വകുപ്പ്. സാധാരണക്കാരന് ഏറ്റവും അടുത്ത് ഭക്ഷണം ലഭിക്കാനും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭിക്കാനും സിവിൽ സപ്ലൈസിനെയാണ് ആശ്രയിക്കാറ്. അത്തരത്തിൽ ആശ്രയിക്കേണ്ട ഒരു ഇടം അല്ലാതായി സിവിൽ സപ്ലൈസ് മാറിയിരിക്കുന്നു. കൃത്യമായി സാധനങ്ങളില്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ പരാജയമായി സിവിൽ സപ്ലൈസ് മാറിയിരിക്കുന്നു. ജനങ്ങളോട് അടുത്ത് നിൽക്കേണ്ട വകുപ്പാണ്, പക്ഷേ ജനങ്ങളിൽ നിന്ന് അത് അകന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും പ്രത്യേകിച്ച് മന്ത്രി GR അനിൽ വേദിയിലിരിക്കുമ്പോഴാണ് ഈ വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതോടൊപ്പം തന്നെ P പ്രസാദിനെതിരെയും റവന്യൂ വകുപ്പ് K രാജനെതിരെയും വിമർശനങ്ങളുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൃഷി വകുപ്പിന് സാധിക്കുന്നില്ല. കർഷകർ ഇനി പാർട്ടിക്കൊപ്പം നിൽക്കുമോ എന്ന് നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഒരു തരത്തിലും കർഷകർക്ക് അനുകൂലമായ നീക്കങ്ങളല്ല നടക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പറയാൻ സാധിക്കണം. പക്ഷേ സംസ്ഥാന സർക്കാരിനെയാണ് പലപ്പോഴും ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. അത് ഏത് രീതിയിലാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും വകുപ്പിന് ആകുന്നില്ല. അതോടൊപ്പം വകുപ്പിന് കീഴിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും മന്ത്രി എന്ന രീതിയിൽ കൃത്യമായി ഇടപെടുന്നില്ല, വകുപ്പിന് സാധിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ റവന്യൂ വകുപ്പിനെതിരെയും CPI സമ്മേളനത്തിൽ വിമർശനം ഉയരുന്നത്. ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാകുന്നു. ഒപ്പം തന്നെ കൃത്യമായി ഈ പരിപാടികൾ വലിയ തരത്തിലുള്ള വിമർശനമാണ് മന്ത്രിയെ വേദിയിലിരുത്തി CPI കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ നടത്തിയത് എന്നുള്ളതാണ്. സിവിൽ സപ്ലൈസ് വകുപ്പ് സമ്പൂർണ്ണ പരാജയമെന്നാണ് വിമർശനം.